വിവിധ ശ്രേണിയിലേക്ക് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ 3 കാറുകളെയാണ് മഹീന്ദ്ര വിപണിയിൽ എത്തിച്ചത്. 3 മോഡലുകളിൽ വിപണിയിലേറെ തിളങ്ങിയത് XUV300 ആയിരുന്നു. വാഹനം വിപണിയിൽ ക്ലിക്കായതിനു പിന്നാലെയാണ് XUV300ന്റെ ഇലക്ട്രിക് പതിപ്പിനെ അവതരിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കിയത്. 2020ഓടെ ഇലക്ട്രിക് പതിപ്പിനെ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാനേജിംഗ് ഡയറക്ടർ പവൻ ഗോയങ്ക അറിയിച്ചിരിക്കുന്നത്. ഇലക്ട്രിക് പതിപ്പിനോടൊപ്പം 7 സീറ്റർ മോഡലും XUV300ൽ നിന്നും വിപണിയിലെത്തും. ഇതോടെ ഈ നിര വിപുലീകരിക്കാനാണ് കമ്പനി പദ്ധതിയിട്ടിരിക്കുന്നത്. അടുത്തിടെ ഇലക്ട്രിക് പതിപ്പിന്റെ മൈലേജ് കമ്പനി ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരുന്നു. ഒറ്റ ചാർജിൽ 300 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് കമ്പനി വെളിപ്പെടുത്തിയത്. സ്റ്റാൻഡേർഡ്, ലോങ് റേഞ്ച് എന്നീ 2 വേരിയന്റുകളിലാണ് ഇലക്ട്രിക് XUV എത്തുക. 380 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററിയാകും ഇലക്ട്രിക് XUVക്ക് ഊർജം പകരുക. റെഗുലർ XUV300ൽ നിന്ന് രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇലക്ട്രിക് മോഡലിനുണ്ടാകില്ല. സാങ്യോങ് ടിവോളിയുടെ അതേ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന്റെയും നിർമ്മാണമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ വിപണിയിലുള്ള ഹ്യുണ്ടായി കോന ഇലക്ട്രിക് കാർ തന്നെയാണ് XUV300 ഇലക്ട്രിക് പതിപ്പിന്റെയും എതിരാളി. എന്നാൽ കോന ഇലക്ട്രിക്കിനേക്കാൾ ചെറിയ വാഹനമായിരിക്കും XUV300 ഇലക്ട്രിക് പതിപ്പെന്നും കമ്പനി അറിയിച്ചു. 4 മീറ്ററിൽ താഴെയുള്ള വാഹനമാണ് മഹീന്ദ്രയുടെ ലക്ഷ്യം. അതോടെ ചെറിയ വാഹനങ്ങൾക്കുള്ള നികുതി ഇളവ് വാഹനത്തിന് ലഭിക്കും. 4180 mm ആണ് കോനയുടെ നീളം. 23.72 ലക്ഷം രൂപയാണ് വിപണിയിൽ കോനയ്ക്ക് വില. കോനയെക്കാളും വില കുറഞ്ഞ വാഹനമാണ് കമ്പനി ലക്ഷ്യമിടുന്നതും. അതേസമയം മഹീന്ദ്ര നിരയിൽ നിന്നും KUV100 ഇലക്ട്രിക് പതിപ്പാകും കമ്പനി ആദ്യം വിപണിയിൽ എത്തിക്കുക. കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ് KUV100ന്റെ ഇലക്ട്രിക് പതിപ്പിനെ കമ്പനി അവതരിപ്പിച്ചത്. നിലവിൽ E20, ഇലക്ട്രിക് വെരിറ്റോ എന്നീ ഇലക്ട്രിക് കാറുകൾ മഹീന്ദ്ര നിരയിൽ വിപണിയിലുണ്ട്. കോമ്പാക്ട് SUV നിരയിൽ മഹീന്ദ്രയുടെ തുറുപ്പുചീട്ടാണ് XUV300. ഈ നിരയിൽ തന്നെ TUV300 ഉണ്ടെങ്കിലും വിപണിയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ വാഹനത്തിനായിട്ടില്ലെന്നതാണ് റിപ്പോർട്ട്. കാണാൻ ഭംഗിയുള്ള ഡിസൈനും ഒരു പഞ്ഞവും കൂടാതെ വാഹനത്തിൽ ഫീച്ചറുകൾ കുത്തി നിറച്ചതോടെ വിപണിയിൽ കുതിച്ചു കയറാൻ വാഹനത്തിന് സാധിച്ചു. വിപണിയിലെ മാന്ദ്യത്തിനിടയിലും മികച്ച വിൽപ്പന കാഴ്ചവെക്കാൻ മോഡലിന് സാധിച്ചെന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഡ്രൈവിംഗ് കൂടുതൽ ഉല്ലാസകരമാക്കാൻ 3 ഡ്രൈവിംഗ് മോഡുകൾ XUV300ലുണ്ട്. കംഫോർട്ട്, നോർമൽ, സ്പോർട്ട് എന്നിവയാണിത്. ഓഫ് റോഡിംഗ് ശേഷിയും കാര്യമായി തന്നെയുണ്ട് വാഹനത്തിൽ. 2 എഞ്ചിൻ ഓപ്ഷനുകളിലും വാഹനം വിപണിയിൽ ലഭ്യമാകും. 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ 112 bhp കരുത്തും 200 Nm ടോർക്കും സൃഷ്ടിക്കും. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ 121 bhp കരുത്തും 300 Nm ടോർക്കും സൃഷ്ടിക്കും. 2 എഞ്ചിൻ പതിപ്പുകളിലും 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണുള്ളത്.